തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ കെപിസിസി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയെ വെല്ലുവിളിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഏതെങ്കിലും ഒരു ആരോപണം തെളിയിച്ചാൽ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. എന്നാൽ പാർട്ടി വിലക്കുള്ളതിനാൽ പരസ്യ പ്രസ്താവനയ്ക്ക് ബാലകൃഷ്ണൻ പെരിയ തയ്യാറായില്ല. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപണങ്ങളുമായി കെപിസിസി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രംഗത്തെത്തിയതിന് പിന്നാലെയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ മറുപടി. ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞാൽ താൻ പുറത്തുപോകുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. അയാൾ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ ഏതെങ്കിലും ഒരു ആരോപണം അയാൾ തെളിയിച്ചാൽ പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ രാജ്മോഹൻ ഉണ്ണിത്താന് തുടരാൻ അർഹതയില്ല, യോഗ്യതയില്ല. ഞാൻ ആ നിമിഷം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം രാജിവെക്കും. അയാൾ തെളിയിക്കുന്നത് ഇലക്ഷന്റെ റിസൾട്ട് വന്നിട്ട് ഞാൻ MP ആയതിനു ശേഷമാണെങ്കിൽ ഞാൻ MP സ്ഥാനം രാജിവെച്ചിരിക്കും. ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് താൻ പിൻവലിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഞാൻ പിൻവലിച്ചിട്ടില്ല. കാര്യം ഞാൻ സ്വബോധത്തോടു കൂടിയാണ് പോസ്റ്റ് ഇട്ടത്. അതുകൊണ്ട് പിൻവലിക്കേണ്ട കാര്യം എനിക്കില്ല. ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടിയുറച്ചു നിൽക്കുന്നു. മരണം വരെ അതിൽ അടിയുറച്ചു നിൽക്കും. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തു വന്നിരുന്നു. വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തവർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിന് പിന്നാലെ കെപിസിസി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയും രംഗത്തെത്തി. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ സൗഹൃദം പുലർത്തുന്നുവെന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ നിന്ന് മത്സരിച്ച തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുമായിരുന്നു ബാലകൃഷ്ണൻ പെരിയയുടെ ആരോപണം. റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.